എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദേവസ് ലൈഫ് സ്റ്റൈലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പം ഞാൻ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് നല്ല പനിയായിരുന്നു. അപ്പോൾ പനി കാരണം എനിക്ക് എണീറ്റ് നിൽക്കാനോ ഒന്നിനും വയ്യാത്തൊരു അവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ, ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടില്ല, മേക്കപ്പ് വീഡിയോ ഇട്ടില്ല, ഒരു വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുവാണ്. ഇപ്പോൾ എനിക്ക് ഇച്ചിരി ഭേദമുണ്ട്, ഞാൻ കുളിച്ചു. ഇപ്പോൾ ഇച്ചിരി നല്ല ഭേദമുണ്ട്. അപ്പം ഞാനിന്ന് വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് ഒരു സ്മോക്കി ഐസ്, വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഒരു സ്മോക്കി ഐസ് ചെയ്തെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനെൻ്റെ ഫേസിൽ ലൈറ്റായിട്ട് ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. വേറെ അങ്ങനെ ഒരുപാട് നമ്മൾ സ്കിൻ കെയർ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, കാരണം ജസ്റ്റ് നിങ്ങൾക്ക് കണ്ണ് മാത്രം ഞാൻ ചെയ്ത് കാണിക്കുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫുൾ മേക്കപ്പ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് ജസ്റ്റ് ഞാനൊരു ഫൗണ്ടേഷൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷെ നിങ്ങളാരും അങ്ങനെ ചെയ്യരുത്. ഫുൾ നിങ്ങളുടെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാവൂ. ഞാനിപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടില്ല, അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഉടനെ തന്നെ ഫേസ് വാഷ് ചെയ്ത് കളയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഐ ഷാഡോയൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കണ്ണിൽ നമുക്കൊന്ന് കൺസീൽ ചെയ്തൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പം നമുക്ക് കൺസീൽ ചെയ്യാം. ഞാൻ ഈ കൺസീല് ബ്രഷ് വെച്ചാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ കൺസീൽ നന്നായിട്ട് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് ഞാൻ ലാക്മിയുടെ കോമ്പാക്ട് പൗഡറാണ് എടുക്കുന്നത്. അത് വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. കൺസീൽ ചെയ്ത ഭാഗം കോമ്പാക്ട് പൗഡർ ഉപയോഗിച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണം നമുക്ക് അതിലേക്ക് കണ്ണിൻ്റെ കൃത്യമായിട്ടുള്ള മേക്കപ്പ് ചെയ്തു തുടങ്ങാൻ. ഇപ്പം നമ്മൾ ഇപ്പം കൺസീൽ ചെയ്തു, അതിൻ്റെ മേലെ നമ്മൾ കോമ്പാക്ട് പൗഡർ ഇട്ട് സെറ്റ് ചെയ്തു. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മളിനി ഇടുന്ന ഐ ഷാഡോ ഒക്കെ അത് നന്നായിട്ട് ബ്ലെൻഡ് ആവാൻ നമ്മളിപ്പോൾ ഇട്ട് കൺസീലും കോമ്പാക്ട് പൗഡറും ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത ഈ ഭാഗം നന്നായിട്ട് നമുക്ക് ഐ ഷാഡോ ബ്ലെൻഡ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ കുറച്ച് പാടാണ്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് കണ്ണിനൊരു ഔട്ടർ ലൈൻ വരയ്ക്കാം. എങ്ങനെ വരയ്ക്കാമെന്ന് വെച്ചാൽ ഞാനിവിടെ എടുക്കുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ കിറ്റിൻ്റെ പൗഡറാണ് ഞാനിപ്പോൾ ഇവിടെ കണ്ണിന് ഔട്ടർ ലൈൻ വരയ്ക്കാനായിട്ട് എടുക്കുന്നത്. അതിൽ ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ടല്ലോ, ആ ഷെയ്ഡാണ് ഞാനിപ്പോൾ കണ്ണിന് ഔട്ടർ ലൈൻ കൊടുക്കാനായിട്ട് എടുക്കുന്നത്. കണ്ടോ, അതായത് നമ്മളിങ്ങനെ ഇവിടെ നിന്നിങ്ങനെ വരച്ച് ഇവിടെ നിന്നിങ്ങനെ ഇട്ടിട്ട് ഇവിടെ നിന്ന് നമ്മുടെ ഈ ക്രീസിന്റെ കട്ടില്ലേ അവിടേക്ക് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഈ ഭാഗം ഇങ്ങോട്ട് വരച്ചിട്ടില്ല, കണ്ണിന്റെ ഈ ഏകദേശം ഈ മധ്യഭാഗത്തുനിന്ന് ഇങ്ങോട്ടാണ് വരച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കളർ ഉണ്ടല്ലോ, ഈ കളറ് നമ്മൾ കണ്ണിൽ കൊടുക്കാൻ പോവാണ്. ഈ കളറ് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് ക്രീസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ക്രീസ് സെറ്റ് ചെയ്യുന്നത് എപ്പോഴും ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ടായിരിക്കണം. അപ്പോൾ നമ്മൾ
നമ്മുടെ കണ്ണിന് ഔട്ടർ ലൈൻ വരച്ചു. ഇനി നമുക്ക് കണ്ണിന്റെ ക്രീസിന്റെ മേൽഭാഗം നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. കണ്ട ഈ ഭാഗം സീക്രട്ട് എന്നുള്ള ഷെയ്ഡാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. നമ്മളിവിടെ ഈ ഔട്ടർ ലൈൻ വരച്ചില്ലേ, ഇതിന്റെ മേൽഭാഗത്താണ് ഞാനിപ്പോ ഇവിടെ സീക്രട്ട് എന്നുള്ള ഷെയ്ഡ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. കണ്ടോ? ഇനി നമുക്ക് നമ്മൾ ഈ ഔട്ടർ ലൈൻ വരച്ചില്ലേ, ഈ ഭാഗം നമുക്ക് ഫില്ല് ചെയ്യാം. അതിന് ഞാൻ എടുക്കുന്നത് ഈ ഷെയ്ഡാണ്. ഈ ഷെയ്ഡാണ് ഞാൻ ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിത് വെച്ചൊന്ന് ചെയ്ത് നോക്കാം. ഔട്ടർ കോർണറിൽ നിന്ന് അകത്തേക്കാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. കണ്ടോ? ഇനി നമുക്ക് ഇതിന്റെ ഇന്നർ കോർണറിലേക്ക് നമുക്ക് ഈ ഷെയ്ഡ്, അതായത് ഇതിന്റെ ഈ ഷിമറി ഷെയ്ഡ് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് അകത്തേക്കുള്ള ഈ കോർണറിലേക്ക് നമ്മൾ ചെയ്യുന്നില്ല. അതായത് ഈ ഐബോളിന്റെ കുറച്ച് ഇപ്പുറത്തായിട്ട്, അതായത് കുറച്ച് ഐബോളിന്റെ അവിടെ നിന്ന് ഇന്നർ കോർണറിലേക്ക് കുറച്ച് അടുത്തായിട്ട് നമ്മൾ ആ ഷിമറി ഷെയ്ഡ് നമുക്ക് കൊടുക്കാം. ഇവിടെ ഡാർക്ക്, ഇവിടെ ഷിമറി. ഇനി നമുക്ക് ഇന്നർ കോർണറിലേക്ക് ഈ ഗോൾഡിന്റെ ഷിമറി ഷെയ്ഡും കൂടെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. കണ്ടോ? അതെ, നമ്മളിവിടെ ഔട്ടർ ലൈനിൽ നമ്മൾ ആദ്യം വരച്ച ആ ബ്ലാക്കും പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത മെറൂൺ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിന് ശേഷം ആ മെറൂണിന്റെ ഷിമറി ഷെയ്ഡ് നമ്മളിത് ഈ ഐബോളിന്റെ ഭാഗത്ത് നിന്നും ഇന്നർ കോർണറിന്റെ സെന്ററിലേക്ക്, ഇന്നർ കോർണറിന്റെ അടുത്തേക്ക് വരത്തക്ക രീതിയിൽ നമ്മൾ ചെയ്തു. അതിനുശേഷം ഇന്നർ കോർണറിന്റെ ഈ ഭാഗത്ത് നമ്മൾ ഗോൾഡ് ഷിമറി ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് ഐലൈനർ വരച്ചു കൊടുക്കാം. കണ്ടോ? ഇനി നമുക്ക് കണ്ണിന്റെ വാട്ടർ ലൈൻ ഒന്ന് എഴുതി കൊടുക്കാം. താഴ്ഭാഗത്ത് നമുക്ക് എഴുതി കൊടുക്കാം, മേളിലും എഴുതി കൊടുക്കാം. കണ്ടോ? നമ്മൾ കണ്ണിന്റെ ടൈറ്റ് ലൈനും വാട്ടർ ലൈനും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണിന്റെ താഴ്ഭാഗം ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. അതിന് നമുക്ക് കുറച്ച് ബ്ലാക്ക് ഐ ഷാഡോ എടുത്തിട്ട് താഴ്ഭാഗം ഇങ്ങനെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഇങ്ങനെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മേളിൽ കൊടുത്തില്ലേ ആ ഷെയ്ഡുകളെല്ലാം നമുക്ക് താഴെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഭാഗത്ത് ഞാനിപ്പോൾ അപ്ലൈ ചെയ്തത് ഈ കളറാണ്. അത് ഇവിടം വരെ ചെയ്യുന്നുണ്ട്. കണ്ടോ? അതിനുശേഷം ഈ ഭാഗത്തായിട്ട് ഈ ഷിമറി ഷെയ്ഡ്, പിന്നെ കോർണറിൽ ഗോൾഡിന്റെ ഷെയ്ഡ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഭാഗത്ത് ഞാൻ ഗോൾഡ് ഇടുന്നില്ല. അപ്പൊ നമ്മുടെ രണ്ട് കണ്ണും ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ രണ്ട് കണ്ണും ഒരേപോലെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക്
ഒന്ന് ഐലാഷസ് വെച്ച് നോക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയ്ക്ക് ഐലാഷസ് വെച്ചിട്ടില്ല. അപ്പം ഒരു പരീക്ഷണമാണ്. അപ്പം നമുക്കൊന്ന് വെച്ച് നോക്കാം. ഹുദ ബ്യൂട്ടിയുടെ ഐലാഷസ് ആണ് എൻ്റെ ഉള്ളത്. ഇതാണ്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ഞാനിത് എൻ്റെ കണ്ണിൻ്റെ അളവിന് ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് ഒട്ടിക്കാം. എൻ്റെ ഒരു ഐലാഷ് ഗ്ലൂ ഉണ്ട്. ഞാൻ ഓൺലൈൻ മേടിച്ചതാണ്. എങ്ങനെയാണ് അതിൻ്റെ ഉപയോഗമൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. വെച്ച് നോക്കാം. മാത്രമല്ല എൻ്റെ കണ്ണിന് ചേരുമെന്നൊന്നും അറിയത്തില്ല. കാരണം എൻ്റെ കണ്ണ് കുഞ്ഞു കണ്ണല്ലേ. അപ്പോൾ അതിന് ചേരാൻ സാധ്യതയില്ല. എങ്കിലും നമുക്ക് ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഐലാഷസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കണ്ണിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമുക്കൊന്നിങ്ങനെ വളയ്ക്കാം. കണ്ടോ, ഇങ്ങനെ വളയ്ക്കാം. അപ്പം ഇങ്ങനൊരു കർവ് ഷേപ്പ് വരും. കണ്ടോ. മറ്റേത് എല്ലാവരുടെ കണ്ണിനും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടല്ലല്ലോ കണ്ണിരിക്കുന്നത്. ഒരു ചെറിയൊരു വളവുണ്ടല്ലോ. അപ്പോൾ ആ വളവ് അനുസരിച്ച് വേണ്ടിയിട്ട് വളവിന് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഒന്ന് വളച്ച് വെക്കാം. ഇനി നമുക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ ഐലാഷ് ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കാം. വെച്ച് നോക്കാം. ഞാൻ ഇതുവരെയ്ക്കും വെച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അത്ര ഒരു കോൺഫിഡൻസ് ഇല്ല. എങ്കിലും ഒന്ന് നോക്കാം. സക്സസ് ആവുമെന്നറിയില്ല. ഈ ചെറിയ ലീഫ് വരുന്നത് കണ്ണിൻ്റെ ഇവിടെയും. ഇത് ഞാൻ കട്ട് ചെയ്തപ്പോഴാണ് ഇതിങ്ങനെ വലുതായി വന്നത്. അപ്പം ഇത് ഈ ഭാഗത്ത് നമുക്ക് വെക്കാം. ഭാഗ്യം, അങ്ങനെ ഒരുവിധം ഒട്ടിച്ചു. കൊള്ളാല്ലേ. പിന്നെ നമുക്ക് ഇത് വെച്ചതുപോലെ ഇപ്പുറത്തും ഒന്ന് വെച്ച് നോക്കാം. വെച്ചല്ലേ പറ്റൂ. നമ്മൾ എന്തായാലും ഒരെണ്ണം വെച്ചില്ലേ, പിന്നെ എന്തായാലും വെച്ചേ പറ്റൂ. അപ്പം നമുക്ക് വെക്കാം. വെച്ച് നോക്കാം. പശ ഒട്ടിയില്ല കേട്ടോ, അതുകൊണ്ട് ഇളകി വന്നു. അപ്പം നമുക്ക് ഒന്നും കൂടെ ഒന്ന് വെച്ച് നോക്കാം. ഏകദേശം ഇരുന്നു, പക്ഷെ എന്നാലും കുറച്ച് ഒട്ടാനുണ്ട്. അപ്പം നമുക്ക് ഈ സാധനം വെച്ചൊന്ന് പിടിച്ചിരുത്തി നോക്കാം. രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മൾ ഐലാഷസ് വെച്ച് കഴിഞ്ഞു. ഇതിൻ്റെ എൻഡും കൂടെ ഒന്ന് ഇങ്ങോട്ട് ചേർത്ത് വയ്ക്കാനുണ്ട്. അങ്ങനെ ഐലാഷസ് വയ്ക്കുന്ന ഒരു കടമ്പ കിട്ടി. ഞാൻ ഐലാഷസ് വെച്ചു. എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? എനിക്ക് ചേരുന്നുണ്ടോ ഐലാഷസ്? എന്താ കണ്ണിൻ്റെ മേലെ ഒരു വെയിറ്റ് എടുത്ത് വച്ചിരിക്കുന്ന പോലെ ഉണ്ട്. എങ്ങനെയുണ്ട്? പക്ഷെ ഐലാഷസ് വയ്ക്കുന്ന ഒരു ഭയങ്കര വലിയ സംഭവമാണ്. വെച്ചാൽ എന്നാൽ നല്ല ഭംഗിയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ കണ്ണ് കുഞ്ഞായതുകൊണ്ട് ഐലാഷസ് വെച്ചിട്ട് വലിയൊരു ഇതൊന്നും തോന്നില്ല. കാരണം ഭയങ്കര വൃത്തിയായിരിക്കും. ഇനി നമുക്ക് മസ്കാരയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഒറിജിനൽ പീലിയും ഈ ഡ്യൂപ്ലിക്കേറ്റ് പീലിയുമായിട്ടൊന്ന് സിങ്കായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മസ്കാര ഇടുന്നത്. മസ്കാര ഇട്ടില്ലെങ്കിലും അതിൻ്റെ ആവശ്യമില്ല. കാരണം നല്ല അടിപൊളിയായിട്ടുള്ള പീലിയില്ലേ നമ്മുടെ കണ്ണിലിരിക്കുന്നത്. അപ്പം നമുക്ക് മസ്കാരയുടെ ആവശ്യമില്ല. അങ്ങനെ
ഐലാഷസ് ഒരുവിധം പാടുവിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഐ മേക്കപ്പ് ഫിനിഷായി. ഇനി നമുക്ക് മൊത്തത്തിൽ ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നിങ്ങൾ കാര്യമാക്കണ്ട, കാരണം എൻ്റെ ഈ റൂമിൽ വെച്ചിട്ടുള്ള ഒരു ചെറിയ സൗകര്യത്തിലാണ് ഞാൻ എൻ്റെ ഒരു ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരുപാട് പരിമിതികൾ എൻ്റെ വീഡിയോയ്ക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്നും കാര്യമാക്കരുത്, ഒരു അപേക്ഷയാണ്. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായി കാണും വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. എൻ്റെ കണ്ണ് വളരെ കുഞ്ഞായതുകൊണ്ട് ഒരുപാട് ഹെവി മേക്കപ്പ് ഒന്നും എൻ്റെ കണ്ണിന് അത്ര ചേരില്ല. ഞാൻ പിന്നെ ഇത് ചെയ്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടോ, ഇതിപ്പോൾ ബിഗിനേഴ്സ്, ഇപ്പം മേക്കപ്പ് ചെയ്യാൻ താല്പര്യമുള്ള ബിഗിനേഴ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും മടി കൂടാതെ ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായി കാണും വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.